അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങളടക്കം നിൽക്കുമ്പോൾ PC ജോർജ് ചെന്നു എന്നുള്ളത് കൊണ്ട് ഈ ക്രൈസ്തവരൊക്കെ BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? അത് 100% ഞാൻ ഉറപ്പ് തരുന്നു. അഭിലാഷ് പിണറായി വിജയന്റെ ADC ആകണ്ട, പിണറായി വിജയന്റെ വക്കാലത്ത് ഏക്കണ്ട. എന്താ രാമേന്ദ്ര പ്രശ്നം? അയാളെ ഒരു വൃത്തികെട്ടോ പറഞ്ഞുണ്ടാക്കില്ലേ മണിപ്പൂരിലാണ്ട് ക്രിസ്ത്യാനിയെ കൊന്നോ? അതൊന്നും എനിക്കറിയാൻ മേല. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? അതിന് ചരിത്രം എന്നാന്ന് പറയ്ക്ക്. ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത്. ഞാൻ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയാണ്. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്? അല്ല, പിണറായി അല്ല, പാമ്പ്ലാനി പിതാവാണ് പറഞ്ഞത് വംശഹത്യാണ് നടന്നതെന്ന്. അതാ നിന്റെ വിഷമം? അല്ല, പാമ്പ്ളാപ്പിനോട് സംസാരിച്ചിട്ട് ഞാൻ BJP ചേരാൻ ഇവിടെ വന്നത്, അറിയാവോ? ശരി, ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇവിടെ പിണറായി വിജയൻ ഒറ്റ നോട്ടീസാ, എല്ലാം കൂടെ ചാടി ഇറങ്ങി. ഏത് മണിപ്പൂരിൽ ക്രിസ്ത്യാനി ഒലത്തിന്ന്. എന്നാ അഭിലാഷ കേട്ടോ, കേക്ക് അഭിലാഷ, കേക്ക്. അതെ അതെ ഉമ്മച്ച കേക്ക് കേക്കാ. അല്ല ഇതിനകത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപമല്ലേ അത്? അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിന് ആർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? മോദിജിയെ പറഞ്ഞ എന്താ കാര്യം? പ്രധാനമന്ത്രി മോദി ആയിപ്പോയതുകൊണ്ട് കുഴപ്പമായിപ്പോയോ? വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. കേരളത്തിലെ ബിഷപ്പുമാരുടെ അനുഗ്രഹാശിസ്സുകളോടെയാണ്, കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടെ, അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് PC ജോർജ് BJP ചേർന്നിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ അതിന് കിടക്കുന്നു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടോ അഭിലാഷ, PC ജോർജിനെ ചോദിക്കാൻ അറിയാമല്ലോ. എന്റെ പഴയ നക്സലൈറ്റ് സ്വഭാവം നേടിപ്പിക്കരുത്. ഞാൻ വളരെ സ്നേഹമായിട്ട് പറയാ അനിയനോട്, ഇത് വേണ്ടാത്ത ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് അത് കാണേണ്ടവരൊക്കെ കണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ എൻ്റെ ദൗര്യം പോലെ ചെയ്തതല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്നാൽ ഇച്ചോടെ കടത്തി കേട്ടോ. NSSന്റെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നേരെ അറിയുമോ? മണിച്ചേട്ടനെ മധുരമ അറിഞ്ഞിരിക്കണം കേട്ടോ. മണിച്ചേട്ടൻ്റെ ഓഫീസിൽ ഞാൻ ചെന്ന ഓഫീസിൽ പോയി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം മേടിച്ചോണ്ടാണ് വന്നത് ഞാൻ. മണിച്ചേട്ടൻ്റെ അനുഗ്രഹം എന്നെ തല കൈവച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത്. മനസ്സിലായോ? എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും അല്ല ഞാൻ കാണിച്ചു തരാൻ പണി. ഞാൻ നന്നായി കാണിച്ചു തരാം. നീ അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? അല്ല, അപ്പൊ PC സഭയുടെ, ക്രൈസ്തവ സഭയുടെ സഭാപിതാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണ് PC BJP ചേർന്നിരിക്കുന്നതെന്നാണോ? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ല മുന്നണിയെ ബിഷപ്പന്മാർ പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കേൾക്കട്ടെ, ഒരെണ്ണം പറ. എനിക്കറിയില്ല. ഉണ്ടോ? പിന്നെ ഊളച്ചോദ്യം എന്തിനാ ചോദിക്കുന്നത്? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ പോകുന്നു. ബൈ.